സംഘപരിവാറിനെ നേർക്കുനേർ നേരിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുന്നു, MSFന്റെ ഏത് സംസ്ഥാന നേതാവാണ് സംഘപരിവാറിനെ നേരിട്ട് ജയിലിൽ പോയിട്ടുള്ളത്? ആരാ പോയിട്ടുള്ളത്? ഈ കാലയളവിൽ പോലും ആരെങ്കിലും പോയോ? ഇവിടെ സംഘപരിവാറിനെതിരെ സമരം ചെയ്ത് 40 സഖാക്കൾ യൂണിവേഴ്സിറ്റി സമരത്തിന്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ണൂർ മുതൽ കേരള വരെയുള്ള സർവകലാശാലകളിൽ പോയി, സംസ്ഥാന നേതൃത്വമാകെ. അപ്പോ സംഘപരിവാർ വിമർശനവും സംഘപരിവാറിനെതിരെയുള്ള സമരവും ഒക്കെ ആർക്കാണ് നല്ലോണം അറിയുക, ആരാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതൊന്നും കാണിച്ച് ആ നിലയിൽ ഏതെങ്കിലും വിധത്തിൽ വിരട്ടാമെന്നൊന്നും കരുതണ്ട. യഥാർത്ഥത്തിൽ നിങ്ങൾക്കെതിരെയുള്ള വിമർശനം ന്യായമാണ്. ജമാഅത്ത് ഇസ്ലാമിക്ക് വളമായി, അവർക്ക് വളരാനുള്ള ഇടം നൽകുന്ന ഒന്നായി ഇന്ന് MSF മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ മൗദൂദി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് വിളിക്കാൻ ഉത്തരവാദിത്തത്തോടു കൂടി ഞങ്ങൾ ഇറങ്ങി വന്നത്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ അവസ്ഥ ഇതാണ്. അവിടെ ജയിച്ചിട്ടുള്ളത് ഗവൺമെന്റ് കോളേജ് കാസർഗോഡ്, മഞ്ചേശ്വരം ലോ കോളേജ്, ഗവൺമെന്റ് കോളേജ് ഉദുമ, ഗവൺമെന്റ് കോളേജ് കരിന്തളം, EK നായനാർ ഗവൺമെന്റ് കോളേജ് എളേരി, പീപ്പിൾസ് കോളേജ് മുന്നാട്, നെഹ്റു കോളേജ് കാഞ്ഞങ്ങാട്, സെന്റ് പയസ് കോളേജ് രാജപുരം, നീലേശ്വരം പാലത്തടം ക്യാമ്പസ്, IHRD കോളേജ് മടിക്കൈ, IHRD കോളേജ് പള്ളിപ്പാറ. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ 5 ഗവൺമെന്റ് കോളേജ് ഉള്ളതിൽ 4 ഗവൺമെന്റ് കോളേജും, കണ്ണൂരിൽ 4ൽ 3 ഗവൺമെന്റ് കോളേജും, വയനാടുള്ള ഒരു ഗവൺമെന്റ് കോളേജിൽ 1 ഗവൺമെന്റ് കോളേജും എന്ന നിലയിൽ അവിടെയും SFI വിജയം ആവർത്തിച്ചിട്ടുണ്ട്. ആകെ മൊത്തം 8 ഗവൺമെന്റ് കോളേജുകളിൽ SFI കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ വിജയിച്ചിട്ടുണ്ട്. മൊത്തം 10 കോളേജുകളാണ് സർവകലാശാലയ്ക്ക് കീഴിൽ ഗവൺമെന്റ് കോളേജുകളായിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി സെന്ററുകൾ പൂർണ്ണമായും 5 യൂണിവേഴ്സിറ്റി സെന്ററുകളിൽ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് നടന്നിടങ്ങളിൽ SFI വിജയിച്ചു വരികയും ചെയ്തു. തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ അതല്ലാത്ത ഇടങ്ങളിലും SFI നേരത്തെ എതിരില്ലാതെ വിജയിച്ചു വന്നിട്ടുമുണ്ട്. കണ്ണൂർ ജില്ലയിലേക്ക് വന്നാൽ 54 കോളേജുകളിൽ 46 കോളേജുകളിലാണ് SFI വിജയം കണ്ടെത്തിയിട്ടുള്ളത്. 14 വർഷങ്ങൾക്ക് ശേഷം ചെറുപുഴ നവജ്യോതി കോളേജും, പൈസക്കിരി ദേവമാതാ കോളേജും, കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജും, മാടായി കോളേജും, ഡീപോൾ കോളേജ് എന്നിവയും KSUവിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ SFIക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ABVP, KSU, MSF എന്നുള്ളവരൊക്കെ SFIയെ എതിർത്ത് നിന്ന് മത്സരിക്കുന്ന ചെണ്ടയാട് MG കോളേജിലും SFI വിജയം ആവർത്തിച്ചുകൊണ്ട് തിരിച്ചുപിടിക്കാൻ അത് സാധിച്ചിട്ടുണ്ട്. ആകെ മൊത്തം ജയിച്ചിട്ടുള്ളത് SFI ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ 46 കോളേജുകൾ കണ്ണൂർ ജില്ലയിൽ മാത്രം വിജയിച്ചു വന്നിട്ടുണ്ട്. അതിൽ നിർമ്മലഗിരി കോളേജിലും മാടായി കോളേജിലും വിജയമേറെ മധുരമുള്ളതാണ്. മാനേജ്മെന്റിന്റെ നിരന്തരമായ ആക്രമണത്തെ മറികടന്നും മാനേജ്മെന്റ് നിരന്തരമായി വിദ്യാർത്ഥികളുടെ പ്രവർത്തനത്തെ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചിട്ടും SFI സംസ്ഥാന നേതാക്കളാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്.